ഹെൽത്തിയും ഭംഗിയുമുള്ള നല്ല പെർമനന്റ് പല്ലുകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. IGCH ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വിൻസി സുരേഷ്, ചീഫ് ഡെന്റൽ സർജൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, തലശ്ശേരി. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെ കുറിച്ചാണ്. മിക്ക ആളുകളുടെയും തെറ്റിദ്ധാരണയാണ് പാൽപ്പല്ലുകളല്ലേ, അത് പറഞ്ഞു പോകും, എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത് എന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർമനന്റ് ടൂത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പാൽപ്പല്ലുകളെ ട്രീറ്റ് ചെയ്യണം. ഒരു കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 6 മാസം വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും. ചില കേസിൽ നമ്മൾ ഫോർമുലാസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ വെള്ളപ്പാട പോലെയോ പൂപ്പൽ പോലെയോ ഒക്കെ വരാം. ഇത് നമുക്ക് വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ നനച്ചിട്ടോ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഒരു കുഞ്ഞിൻ്റെ വായിൽ ആദ്യത്തെ പല്ല് വരുന്നത് 6 മന്ത്സിൻ്റെയും 10 മന്ത്സിൻ്റെയും ഇടയിലാണ്. അതായത് താഴത്തെ നിരയിൽ മുന്നിലായിട്ടാണ് ആദ്യത്തെ പല്ല് വരിക. ഏകദേശം ഒരു 2-2.5 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ വായിലെ പാൽപ്പല്ലുകൾ മുഴുവനായും വരും. 20 പല്ലുകളാണ് കുഞ്ഞുങ്ങളുടെ വായിലെ പാൽപ്പല്ലുകളായിട്ട് വരിക. പല്ല് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രഷിങ് ശീലിപ്പിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ, ഫിംഗർ ടൈപ്പ് ബ്രഷുകൾ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പേസ്റ്റ് ഉപയോഗിക്കണം കുട്ടികൾക്ക്. അതായത് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള പേസ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രഷിങ് ശീലിപ്പിക്കണം. പിന്നെ ഒരു 6-7 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി അത് നമ്മൾ ചെയ്യണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും കുഞ്ഞുങ്ങളെ എന്തായാലും നമ്മൾ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളിലെ ടീത്തിങ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. അതായത് ആദ്യത്തെ പല്ല് വരുന്ന ഒരു ടൈം. ഈ സമയത്ത് കുട്ടികൾ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. പാല് കുടിക്കില്ല, ശരിക്കും ഉറങ്ങില്ല. ചില കുട്ടികളിൽ വയറിളക്കവും ഫീവറൊക്കെ കാണാറുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കൈ നന്നായി വൃത്തിയായി കഴുകിയ ശേഷം അവിടെ ഒരു ജെന്റിൽ മസാജ് അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. ടീത്തിങ് റിംഗ് പോലത്തെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ്, റസ്ക് ഒക്കെ കുട്ടികൾക്ക് ഈ സമയത്ത് കൊടുക്കുന്നത് വളരെ സൂത്തിങ് ആയിരിക്കും. കുഞ്ഞുങ്ങളെ രാത്രി പാല് കൊടുത്തോണ്ട് ഉറക്കുന്ന ഒരു ശീലം നമുക്കെല്ലാം ഉള്ളതാണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് ആവാം, അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് ആവാം. ഈ സമയത്ത് പാല് നമ്മുടെ അപ്പർ ലിപ്സിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ പൂൾ ചെയ്ത് കിടക്കും. പാലിലുള്ള ലാക്ടോസ് ക്രമേണ ക്യാവിറ്റീസ് ഉണ്ടാക്കാം. ഈ ഒരു ഇതിനാണ് പറയുന്നത് നഴ്സിംഗ് ബോട്ടിൽ ക്യാരീസ് എന്ന്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം സിപ്പ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. സ്ഥിരമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ, സിറപ്പ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ, ബിസ്ക്കറ്റ്സ്, സ്റ്റിക്കി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികളിലും ദന്തക്ഷയം കാണുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിത് ഉപയോഗിച്ചോട്ടെ, അത് കഴിഞ്ഞാൽ നന്നായി വായ് ഗാർഗിള് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ദന്തക്ഷയം നിയന്ത്രിക്കാൻ പറ്റും. എല്ലാ 6 മന്ത്സിനും നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നത് വളരെ അത്യാവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ ക്യാരീസ് ആദ്യം കാണിക്കുന്നത് ഒരു വെള്ള പാച്ച് പോലെയോ വെള്ള കളറിലൊക്കെ ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല. അത് ബ്രൗൺ കളറോ ബ്ലാക്ക് കളറിലോ എത്തുമ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. നമുക്ക് തുടക്കത്തിലെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ സീലേഴ്സ് പോലെയുള്ള ചില ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് ദന്തക്ഷയം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പല്ല് നല്ല കേട് വന്നു പോയി, നല്ല പെയിനായി, ഇൻഫെക്ഷനായി, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ തന്നെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് റൂട്ട് കനാൽ പോലത്തെ ചികിത്സകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി പല്ല് പറഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്ക് പല്ല് എടുത്തു കളയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കുട്ടികളുടെ ഡെന്റൽ ഡോക്ടറിനെ കണ്ട് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അപ്ലയൻസുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഭംഗിയും ആരോഗ്യവുമുള്ള പെർമനന്റ് ഡെന്റിഷന് വേണ്ടി നമുക്ക് പാൽപ്പല്ലുകളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.